ഞങ്ങള് കുളത്തിലൊക്കെ പോവാണ്ട 3:30-4 മണിയായിട്ടുള്ളൂ. നമ്മൾ കൊളുക്കുമലക്ക് പോകുമ്പോൾ വെള്ളം കയ്യിൽ കരുതണം കേട്ടോ, കുടിക്കാനായിട്ട്. കാരണം മലയിലോട്ട് കയറി ചെല്ലുമ്പോഴേ നമ്മുടെ തൊണ്ടയൊക്കെ ഉണങ്ങിപ്പോവും. അപ്പോൾ നല്ല കാറ്റുമാണ് അവിടെ. അപ്പോൾ വെള്ളം കുടിക്കാനുള്ളത് കൊണ്ടുപോകുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അടിപൊളി. ഇത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഉള്ള കാഴ്ചയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. മഴവില്ലിൻ്റെ കളറാണ് കേട്ടോ മാനത്തിന്. അങ്ങ് ദൂരെ മലകളിൽ കാണുന്നതാണ് കേട്ടോ ഇത്. സൂര്യൻ ഉദിച്ചിട്ടില്ല. ഇവിടെ 6:40 ആകുമ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നതെന്നാണ് പറയുന്നത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിട്ട് കാണാൻ പറ്റിയില്ല സൂര്യൻ ഉദിക്കുന്നത്. കാണിച്ചു തരാട്ടെ. സൂര്യൻ ഉദിക്കുന്നതല്ല ഇപ്പോൾ കാണുന്നത്, സൂര്യൻ്റെ ഉദിക്കുന്നതിന് മുന്നേ ഉള്ള ദൃശ്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ 700 എന്നാണ്. 700 അവിടെ നിന്ന് ഒരു ജീപ്പിന് തന്നെ 700. അതിനകത്ത് 200 നമുക്ക് പോകാറുണ്ടല്ലോ. അവിടെ നടന്നു കയറുന്നു. കൊടുത്തിട്ട് പിന്നെ അവിടെ നടന്നു കയറണ്ട. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല കേട്ടോ. 700 രൂപ കൊടുക്കണം, നമ്മൾ നടന്നും കയറണം. ആ കാണുന്നത് പഞ്ഞിക്കെട്ട് പോലെ മേഘങ്ങളാണ് കാണുന്നത്. 700 എന്നാണ്. 700 അവിടെ നിന്ന് ഒരു ജീപ്പിന് തന്നെ 700. ദൂരെ ആൾക്കാർ 200 നമുക്ക് പോകാറുണ്ടല്ലോ. അവിടെ നടന്നു കയറുന്നു. കാഴ്ച അവിടെ നടന്നു കയറണ്ട. വേണ്ട. രസമാണെന്ന് കാണാനായിട്ട്. മഞ്ഞാണോ മേഘം? നമ്മളൊക്കെ സാധാരണ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴേക്ക് കണ്ണിൽ വെട്ടമടിക്കുമ്പോഴാണല്ലോ എഴുന്നേക്കുന്നത്. ഇത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേയുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. അടിപൊളിയാണ്.